ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം എടുക്കുന്ന തിരുവചന ഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കുടുംബം രക്ഷപ്പെടണം എന്നത്. എത്രയോ ആളുകളാണ് ധ്യാനമന്ദിരങ്ങളിലൂടെ ഓടിയിറങ്ങി നടക്കുന്നത്. കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ, മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, തലമുറ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിച്ച് ഓടി നടക്കുന്ന ആളുകൾ. ഏത് അച്ഛൻ്റെ അടുത്ത് പോയാലാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്? ഏത് ധ്യാനമന്ദിരത്തിൽ പോയാലാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്? ആരെ കണ്ടാലാണ് എൻ്റെ കുടുംബം രക്ഷപ്പെടുന്നത്? എങ്ങനെയാണ് കുടുംബം രക്ഷപ്പെടാനുള്ള വഴി? ഏത് രീതിയിൽ എൻ്റെ കുടുംബം രക്ഷപ്പെടുത്തണം എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ആളുകൾ. അല്പം പ്രാർത്ഥിക്കാൻ കഴിവുള്ള ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് അവരെ നിരന്തരം ഫോൺ വിളിച്ച് അവരോട് പറയുകയാണ്, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിൻ്റെ ഇന്ന ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ വളരെയേറെ കഷ്ടപ്പെട്ട് കുടുംബം രക്ഷപ്പെടാൻ ഓടി നടക്കുന്ന ആളുകളെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാനായിട്ട് പറ്റും. പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്, വേദനകൾ ഉള്ളതുകൊണ്ടാണ്, നൊമ്പരങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ തിരുവചനം എന്താണ് പഠിപ്പിക്കുന്നത്? കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടും. അപ്പോൾ കുടുംബം രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് യേശുവിൽ വിശ്വസിക്കുക എന്നതാണ്. ഈ വചനം പറയാനുണ്ടായ സാഹചര്യവും പശ്ചാത്തലവും മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള ഭാഗങ്ങളിലാണ് നാം ഒരു സംഭവം വായിക്കുന്നത്. പൗലോസും ശീലാസും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ഒരു പെൺകുട്ടി പിന്നാലെ നടന്ന് ഇപ്രകാരം പറയുകയാണ്, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, രക്ഷയുടെ സന്ദേശമാണ് ഇവർ പ്രഘോഷിക്കുന്നത്. പുറകെ നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പൗലോസ് അപ്പസ്തോലന് അത് അസ്വസ്ഥതയുണ്ടാക്കി. നല്ല കാര്യമാണ് പറയുന്നത്, പക്ഷെ എന്തുകൊണ്ടാണ് അപ്പസ്തോലന് അത് അസ്വസ്ഥതയ്ക്ക് കാരണമായി തീർന്നത്? ഈ പെൺകുട്ടിയിൽ പിശാച് ബാധിച്ചിട്ടുണ്ടായിരുന്നു. പിശാച് ബാധിച്ച ഈ പെൺകുട്ടി വഴി കുറേ ആളുകൾ ഈ പെൺകുട്ടിയെ കൊണ്ടു നടന്നുകൊണ്ട് പണമുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഭാവി പറഞ്ഞ് ഓരോ വ്യക്തിയുടെ കാര്യങ്ങൾ പറയിപ്പിക്കുന്നത് വഴിയായി കുറേ പണമുണ്ടാക്കുന്ന കുറേ ആളുകൾ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടി അറിഞ്ഞിരുന്നില്ല താൻ പൈശാചിക ബന്ധനത്തിലാണ് എന്ന കാര്യം. അങ്ങനെ അറിയാൻ പറ്റാതെ അവളൊരു പ്രത്യേക രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസും ശീലാസും ഈശോയെ പ്രഘോഷിച്ച് മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ഈ പെൺകുട്ടി പിറകെ വരുന്നത്. ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, രക്ഷയുടെ സന്ദേശമാണ് ഇവർ പ്രഘോഷിക്കുന്നത്. പറഞ്ഞ രണ്ട് കാര്യവും വളരെ വ്യക്തമാണ്. അവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, അവർ പ്രഘോഷിക്കുന്ന വിഷയവും രക്ഷയുടെ സന്ദേശമാണ്. പറഞ്ഞ കാര്യം സത്യമാണ് എങ്കിലും പൗലോസ് അപ്പസ്തോലന് അത് അസ്വസ്ഥതയുണ്ടാക്കി. അസ്വസ്ഥതയുണ്ടായ അതേ നിമിഷത്തിൽ അപ്പസ്തോലൻ യേശുവിൻ്റെ നാമത്തിൽ ആ പെൺകുട്ടിയിൽ ബാധിച്ചിരുന്ന പിശാചിനെ ശാസിക്കുകയും പിശാച് അവളെ വിട്ടുപോവുകയും ചെയ്തു. അവൾ നിലത്തു വീണു. അവളെയും കൊണ്ട് ആദായം ഉണ്ടാക്കിയിരുന്ന ആളുകൾ പൗലോസിനെയും ശീലാസിനെയും ആക്രമിച്ച് പിടികൂടി പ്രധാനാചാര്യൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അവസാനം അവരെ കാലുകളിൽ ആമം വെച്ച് തടവറയിൽ ഇടുകയാണ്. ഒരു പിശാചിനെ ഒഴിപ്പിച്ചു എന്ന കാരണത്താലാണ് പൗലോസും ശീലാസും ഇന്ന് കാരാഗ്രഹത്തിൽ കിടക്കുന്നത്. പണ്ട് ഈശോ കെനേസറുടെ നാട്ടിൽ വെച്ച് പിശാചു ബാധിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പിശാചിനെ പുറത്താക്കിയപ്പോൾ 2000 പന്നികളിലേക്കാണ് ഈ പിശാച് കടന്നുപോയത്. അവസാനം ഈ സാത്താൻ കിഴക്കാൻ തൂക്കായ സ്ഥലത്തൂടെ ഈ പന്നികളെ ഓടിപ്പിച്ച്, അല്ലെങ്കിൽ ഈ പന്നി തന്നെ സാത്താനെ വഹിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട്
പന്നി തന്നെ മുന്നോട്ട് ഓടി ഒരു കടലിൽ ചാടി ചാകുകയാണ് ചെയ്യുന്നത്. പന്നിക്ക് പോലും സാത്താനെ ചുമന്നുകൊണ്ട് ജീവിക്കാനായിട്ട് താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പിശാച് നിറഞ്ഞ ഒരു വ്യക്തിയെ പൗലോസും സീലാസും ആ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച് കഴിഞ്ഞപ്പോൾ അവളെയും കൊണ്ട് ആദായം ഉണ്ടാക്കിയിരുന്ന ആളുകൾക്ക് അതൊരു പ്രയാസമായി തീർന്നു. ഇതാ പ്രിയപ്പെട്ടവരെ, ചിലർക്ക് മദ്യം വാങ്ങിക്കൊടുത്ത് പല തിന്മ പ്രവൃത്തികളും ചെയ്യിക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. മദ്യം തന്നെ സാത്താൻ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്ന ഒരവസ്ഥയാണ്. എത്രയോ കുടുംബങ്ങളാണ് അങ്ങനെ തകർന്നു പോകുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് പൗലോസും സീലാസും ഇവരെ പുറത്താക്കിയതിൻ്റെ കാരണത്താൽ തന്നെ കാരാഗൃഹത്തിൽ കിടക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. ആ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അതൊരു ഗതികേടാണെന്ന് പൗലോസ് അപ്പോസ്തലൻ ചിന്തിക്കുന്നില്ല, സീലാസ് ചിന്തിക്കുന്നില്ല. അവർ അർദ്ധരാത്രിയോടടുത്തപ്പോൾ കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്ന കാര്യം അവർ മറക്കുന്നില്ല. അവർ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അങ്ങനെ നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാരാഗൃഹത്തിൻ്റെ വാതിൽ തന്നെ തുറക്കുന്നു. ഒരു ഭൂമി കുലുങ്ങുന്ന ശബ്ദമുണ്ടാകുന്നു. തൽക്ഷണം എല്ലാ വാതിലുകളും തുറക്കപ്പെട്ട് തടവുകാരെല്ലാവരും ഓടി രക്ഷപ്പെടുകയാണ്. അവരെല്ലാം ഓടുന്നത് അവരുടെ കുടുംബങ്ങളിലേക്കാണ്. അവർ ബന്ധിക്കപ്പെട്ടിരുന്ന ആളുകളേറെ ആയിരിക്കുന്നു. തടവറയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ ആയിരിക്കുന്നു. ഇതാ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ തടവറയിലേക്ക് കൊണ്ടുവന്ന അതേ അവസരത്തിൽ ഇവർ തടവറയിൽ വന്ന അതേ സമയത്ത് അവരോടൊപ്പം തടവറയിൽ കിടന്ന സകല വ്യക്തികളും രക്ഷപ്പെടാനായിട്ട് കാരണമായി തീരുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എവിടെ കടന്നു ചെന്നാലും അവിടെയൊക്കെ അനുഗ്രഹമായി തീരുകയാണ്. അത് സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ലോകത്തിലേക്ക് ഇറങ്ങി വന്നാലും ഒക്കെ അവർക്ക് സമാധാനമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. നീ മാത്രമല്ല, നിൻ്റെ കുടുംബം രക്ഷപ്പെടും, നിൻ്റെ മക്കൾ രക്ഷപ്പെടും, ദേശം രക്ഷപ്പെടും. യേശുവിൽ വിശ്വസിച്ചാൽ മതി രക്ഷ കിട്ടാൻ. ഒരു തിരുവചനം കേൾക്കുന്നത് വഴി എത്രയോ വ്യക്തികളാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്. കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാ ഈ തടവറയിൽ കിടന്ന സകലരും രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ പാറാവുകാരൻ സകലരും രക്ഷപ്പെട്ടല്ലോ എന്ന് മനസ്സിലാക്കി വാളെടുത്ത് സ്വന്തം കഴുത്തിൽ വെട്ടി മരിക്കാൻ തുടങ്ങുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുകയാണ്, സാഹസം ഒന്നും കാണിക്കരുതേ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഞങ്ങൾ രക്ഷപ്പെട്ടു പോയെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ലാത്ത ഒരു രക്ഷയുടെ അനുഭവം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? തടവറയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യം കിട്ടുമ്പോൾ ആരാണ് രക്ഷപ്പെടാത്തത്? ആരാണ് പുറത്തേക്ക് പോകാത്തത്? വേണേ പുറത്തു പോയിട്ട് പലരോടും വേണേ പറഞ്ഞെന്ന് പറയാം, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഞങ്ങൾ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ചങ്ങല പൊട്ടി നിലത്ത് വീണുകയും കാരാഗൃഹത്ത് വാതിൽ തുറന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടുവെന്ന് ആയിരക്കണക്കിന് ആളുകളോട് പറയാൻ സാധിച്ചു എന്ന് വരാം. പക്ഷെ മറ്റുള്ളവരോട് പറയുന്നതിൽ ആനന്ദിക്കാനല്ല പൗലോസും സീലാസും ശ്രമിക്കുന്നത്. അവർ ചെയ്ത കാര്യം എന്താണ്? അവരാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ തടവിലാക്കിയ, ഞങ്ങളെ ബന്ധിച്ചിട്ട, അല്ലെങ്കിൽ ഞങ്ങളെ ബന്ധിച്ചു എന്ന് വിചാരിക്കുന്ന ഈ പാറാവുകാരന് ഏതു വചനം കൊടുത്ത് മാനസാന്തരപ്പെടുത്താനായിട്ട് പറ്റും? പാറാവുകാരനോട് ഏതു വചനമാണ് പറയേണ്ടത്? അവരങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന അവസരത്തിൽ ഈ പാറാവുകാരൻ ചെയ്ത പ്രവൃത്തി എന്തെന്നറിയാമോ? പൗലോസിൻ്റെയും സീലാസിൻ്റെയും കാലിലേക്ക് വീഴുകയാണ്. വീണതിന് ശേഷം താണു വീണ് അവരോട് മാപ്പ് ചോദിക്കുകയാണ്. എന്നിട്ട് പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. പുറത്തിറക്കിക്കൊണ്ട് വന്നതിന് ശേഷം അയാളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, സഹോദരന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? രക്ഷപ്പെടണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു പാറാവുകാരൻ്റെ ജോലി എന്ന് പറയുന്നത് നല്ല ജോലിയാണ്, നല്ല ശമ്പളമുണ്ട്, സുഖമായിട്ട് അവന് ജോലി ചെയ്ത് സുഖമായി ജീവിക്കാനായിട്ട് പറ്റുന്നൊരു അന്തരീക്ഷം അവനുണ്ട്. പക്ഷെ അവൻ്റെ ഉള്ളിൽ രക്ഷ കിട്ടാത്ത ഏതോ ചില മേഖലകൾ കിടപ്പുണ്ട്, അനുഗ്രഹം പ്രാപിക്കാത്ത ചില മേഖലകൾ അവൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അവനും രക്ഷപ്പെടണം എന്നൊരു ആഗ്രഹം അവൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അങ്ങനെ ഉള്ളിൽ കിടക്കുമ്പോഴാണ് രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നത്. ഇവരൊക്കെ അമാനുഷികമായ ശക്തിയുള്ളവരാണ് എന്ന് ആ പാറാവുകാരന് തോന്നി. ഇവർ സാധാരണക്കാരായ ആളുകളല്ല, ഇവർ സാധാരണ വ്യക്തികളല്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ് ഇവിടെ. അപ്പോൾ തന്നെ പൗലോസും സീലാസും പറയുകയാണ്, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവർ അപ്പോൾ തന്നെ യേശുവിൽ വിശ്വസിക്കുകയാണ്. ആ കുടുംബം മുഴുവനും യേശുവിനെ സ്വന്തമാക്കുകയാണ്. പൗലോസും സീലാസും അവരുടെ വീട്ടിൽ താമസിക്കാൻ ഇടയായി തീർന്നു. അവരോടുകൂടെ ഭക്ഷിക്കാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന
പ്രിയപ്പെട്ട സഹോദര സഹോദരി, യേശുവിൽ വിശ്വസിച്ചാൽ നീ രക്ഷപ്പെടും, നിൻ്റെ കുടുംബം രക്ഷപ്പെടും. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 19-ാം അധ്യായത്തിൽ സക്കേവൂസ് എന്നു പേരായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഈശോയെ കാണാൻ ആഗ്രഹിച്ച് സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഈശോ ആ വഴിയാണ് വരാനിരിക്കുന്നത്. ഈശോ വരുന്ന വഴിയുടെ അരികിലുള്ള മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഏതെങ്കിലും മരത്തിൻ്റെ മണ്ടയിൽ കയറി ഇരുന്നിട്ട് കാര്യമില്ല. ഈശോ എതിലെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി, ദൈവാനുഗ്രഹം എവിടെ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്. അങ്ങനെ മരത്തിൻ്റെ മണ്ടയിൽ കയറിയിരിക്കുമ്പോൾ കർത്താവ് താഴെ നിന്ന് വിളിക്കുകയാണ്, സക്കായി ഇറങ്ങി വരിക, എനിക്ക് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതായിട്ടുണ്ട്. ചുങ്കക്കാരനാണ്, പാപിയാണ് എന്നൊക്കെ സക്കേവൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. ചുങ്കക്കാരിൽ പ്രധാനിയാണെന്ന് സക്കേവൂസിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ ചുങ്കക്കാരനായിട്ടും പാപികളിൽ ഒന്നാമനായിട്ടും സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് ഈശോ പോകുമ്പോൾ തന്നെ പല യഹൂദന്മാരും വിമർശിക്കുന്നുണ്ട്. ഓ, ഇവൻ പാപിയുടെ വീട്ടിലേക്ക് പോവുകയാണല്ലോ, പാപിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നല്ലോ. സക്കേവൂസും ഈ വാക്കൊക്കെ കേൾക്കുന്നുണ്ട്. ഈശോ തൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ട് ഈശോയ്ക്ക് നാണക്കേടുണ്ടാകുന്നുണ്ട് എന്ന് സക്കേവൂസിന് മനസ്സിലാകുന്നുണ്ട്. തൻ്റെ പ്രവൃത്തി മൂലമാണ് കർത്താവിന് നാണക്കേടുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുന്ന സക്കേവൂസ് ഈശോയുടെ കൂടെ നടക്കുമ്പോൾ തൻ്റെ സ്വഭാവം എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് സക്കേവൂസ് ആലോചിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും തൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ വേണ്ടി ആഗ്രഹിക്കും. തൻ്റെ ചിന്താഗതി, തൻ്റെ കാഴ്ചപ്പാട്, തൻ്റെ മനോഭാവം ഒക്കെ ക്രിസ്തുവിൻ്റെ മനോഭാവവുമായി ചേർത്ത് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അത്ഭുതം പ്രവർത്തിക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. സക്കേവൂസിൻ്റെ വീട്ടിൽ കർത്താവെത്തി. കർത്താവ് സക്കേവൂസിനോട് പറയുകയാണ്, ഇന്ന് ഈ കുടുംബം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. സക്കേവൂസ് യേശുവിനെ ഭവനത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ സക്കേവൂസ് മാത്രമല്ല, സക്കേവൂസിൻ്റെ കുടുംബം മുഴുവനും രക്ഷപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ യേശുവിനെ വിശ്വസിച്ചാൽ നിൻ്റെ കുടുംബം മുഴുവനും രക്ഷപ്പെടുമെങ്കിൽ എന്തുകൊണ്ട് യേശുവിൽ വിശ്വസിച്ചുകൂടാ? നീ വിശ്വസിച്ചാൽ നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമെങ്കിൽ എന്തുകൊണ്ട് യേശുവിൽ വിശ്വാസം അർപ്പിച്ചുകൂടാ? അപ്പം നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നത് വഴിയായിട്ട് എൻ്റെ മക്കൾ രക്ഷപ്പെടുന്നു, എൻ്റെ കുടുംബം രക്ഷപ്പെടുന്നു, എൻ്റെ തലമുറ രക്ഷപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ കുടുംബം രക്ഷപ്പെടുക എന്നതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബൈബിളിലെ പഴയ നിയമത്തിൽ യോന എന്നു പേരായ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്. യോന ദൈവത്തിൻ്റെ വാക്ക് ധിക്കരിച്ച് ദൈവം പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കാതെ നിനിവേയിൽ പോയി പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് താർഷീഷ് എന്ന സ്ഥലത്തേക്ക് കപ്പൽ കയറി യാത്ര ചെയ്തവനാണ് യോന. ഈ യോനയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുന്നുണ്ട്. യോന അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കപ്പൽ ആടി ഒലയുകയാണ്, കാറ്റും കോളും ഉണ്ടാവുകയാണ്. കപ്പലിലുള്ള ആളുകൾ പറഞ്ഞു, ശകുനമില്ലാത്ത ആരോ ഒരുത്തിന് ഇതിനകത്ത് കയറിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് നറുക്കിടാം. നറുക്കിട്ടിട്ട് ആരുടെ പേരാണോ വീടുന്നത് അവനെ നമുക്ക് വെള്ളത്തിലേക്ക് വലിച്ചെറിയാം. നറുക്കിട്ടപ്പോൾ യോനായുടെ പേരാണ് കിട്ടിയത്. യോനായുടെ പേര് കിട്ടിയ അതേ അവസരത്തിൽ അവർ കണ്ടുപിടിച്ചു യോനായെ കണ്ടെത്തിക്കഴിഞ്ഞ് യോനായുടെ അടുക്കിലേക്ക് വരുമ്പോൾ യോന പറയുന്നൊരു വാക്കുണ്ട്, ഈ പ്രപഞ്ചം മുഴുവന് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മകനാണ് ഞാനൊരു ഹെബ്രായനാണ്. ഈ കാറ്റുണ്ടാകാനും കോളുണ്ടാകാനും പ്രശ്നമുണ്ടാകാനും കാരണം ഞാൻ തന്നെയാണ്. എന്നെ നിങ്ങൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പൽ വളരെ ഭംഗിയായി മുന്നോട്ട് പോകും, നിങ്ങൾക്കാർക്കും അപകടമുണ്ടാവുകയില്ല, യാതൊരു അപകടവും ഉണ്ടാവുകയില്ല. ഞാൻ ഓർക്കുകയാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ധ്യാനിക്കാനായിട്ട് കടന്നു വന്നപ്പോൾ ഇപ്രകാരം പറയുകയാണ്, എന്നും കുടിച്ച് വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്നയാളാണ്. ആരോ പറഞ്ഞു, നിങ്ങൾ പോയി ധ്യാനം കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുമെന്ന്. എന്തായാലും പ്രിയപ്പെട്ടവരെ, അയാൾ പറഞ്ഞു, നിങ്ങൾക്കങ്ങനെ നിർബന്ധമാണെങ്കിൽ എന്നെ കൊണ്ടുപോയി ആ ഡിവൈനെ കൊണ്ടുപോയി ഇടുക. അങ്ങനെ മദ്യപാനിയായ മനുഷ്യൻ അവസാനത്തെ കുടിയും കൂടെ കുടിച്ച്, ധ്യാനത്തിൻ്റെ തലേ ദിവസം പോലും കുടിച്ച് സുബോധമില്ലാത്തവനായി ഡിവൈൻ ധ്യാന മന്ദിരത്തിലേക്ക് വരികയാണ്. അന്ന് ഡിവൈൻ ധ്യാന മന്ദിരത്തിലെ തലേ ദിവസം കുടിച്ചു വരുന്ന ആളുകൾക്ക് പോലും താമസിക്കാനുള്ള സൗകര്യം അവിടെ ക്രമപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞാൽ അവരുടെ തലയുടെ കെട്ടുവിട്ട് ശാന്തമായി വചനം കേൾക്കാനായിട്ട് തുടങ്ങും. 1, 2, 3 ആഴ്ച ധ്യാനത്തിൽ പങ്കെടുത്തു കഴിയുമ്പോൾ അവർക്കൊരു വ്യത്യാസം ഉണ്ടാവുകയാണ്.
അയാൾ പറഞ്ഞ വാക്കിതാണ്, എന്നെ ഈ കുടുംബത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞാൽ ഈ കുടുംബം രക്ഷപ്പെടുമെന്ന്. അയാളെ വലിച്ചെറിഞ്ഞത് കർത്താവിൻ്റെ കരങ്ങളിലേക്കാണ്, കർത്താവിൻ്റെ കൈകളിലേക്കാണ്, വചനവേദിയിലേക്കാണ്, വചന ശുശ്രൂഷയിലേക്കാണ്, ധ്യാനമന്ദിരത്തിലേക്കാണ്. അത് അയാളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഇന്ന് ആ കുടുംബം വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, സക്കേവൂസിനോട് കർത്താവ് പറഞ്ഞ വാക്കും അതുതന്നെയാണ്. ഇന്ന് ഈ കുടുംബം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, യേശുവിൽ ആര് വിശ്വസിച്ചാലും കുടുംബം രക്ഷപ്പെടുകയാണ്. ഇപ്പോൾ ഈ ടി വിയിലൂടെ വചനം കേൾക്കാൻ നിങ്ങളുടെ ഭവനത്തിലോ അല്ലെങ്കിൽ ഏത് സ്ഥലത്തായിരുന്നാലും നിങ്ങൾ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ തീർച്ചയായും കർത്താവ് നിങ്ങളെയും അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ദൈവമേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞാൽ ഈശോ തീർച്ചയായും നമ്മുടെ അരികിലേക്ക് കടന്നു വരികയും നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. എത്രയോ വ്യക്തികളാണ് അനുഗ്രഹിക്കപ്പെടുന്നത്, എത്രയോ കുടുംബങ്ങളാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ഒരു ധ്യാനത്തിലൂടെ, ഒരു കൺവെൻഷനിലൂടെ, ചില ആഴ്ചകളിൽ ധ്യാനത്തിൻ്റെ അവസരത്തിൽ ഏതെങ്കിലും ധ്യാനമന്ദിരത്തിൽ വെച്ച് മദ്യപാനം നിർത്താൻ പറ്റിയവർ കരമുയർത്താൻ പറയുമ്പോൾ കുറേ ആളുകൾ കരമുയർത്താറുണ്ട്. എന്നിട്ട് അവരെ സ്റ്റേജിലേക്ക് വിളിക്കും. അവരാ സ്റ്റേജിൽ വന്ന് കരങ്ങൾ ഉയർത്തി അവർ സംസാരിക്കും. ചിലർ പറയും 10 വർഷമായി, ചിലർ പറയുന്നു 20 വർഷമായി, ചിലർ പറയുന്നു 25 വർഷമായി ഞാൻ മദ്യപാനം നിർത്തിയതാണ്. ഇന്ന കൺവെൻഷന് വെച്ച്, ഇന്ന ധ്യാനത്തിൽ വെച്ച് എനിക്ക് ആ മദ്യപാനത്തിൻ്റെ ബന്ധനം മാറി, അന്ന് മുതൽ എൻ്റെ കുടുംബം രക്ഷപ്പെട്ടുവെന്ന്. അതേ പ്രിയപ്പെട്ട സഹോദര, മദ്യപാനം നിർത്തിയാൽ നിൻ്റെ കുടുംബം രക്ഷപ്പെടുമെങ്കിൽ, പുകവലി നിർത്തിയാൽ നിൻ്റെ കുടുംബം രക്ഷപ്പെടുമെങ്കിൽ, ഈ ദുശീലം മാറ്റിയാൽ നിൻ്റെ കുടുംബം രക്ഷപ്പെടുമെങ്കിൽ, കുടുംബത്തിന് വേണ്ടി, മക്കളെ ഓർത്ത് ഈ സ്വഭാവത്തിന് ഒന്ന് മാറ്റം വരുത്തിക്കൂടെ? എത്രയോ തവണ നിൻ്റെ ഭാര്യ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, കുടിച്ചിട്ട് വരരുതേ എന്ന്, മദ്യപിച്ച് വരരുതേ എന്ന്, പുകവലിച്ച് ബഹളം ഉണ്ടാക്കരുതേ എന്ന് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ വെച്ച പണം പോലും എടുത്തുകൊണ്ടുപോയി മദ്യപിച്ച് നശിപ്പിച്ച അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഉണ്ടായെന്ന് വരാം. കർത്താവ് അതൊന്നും നോക്കുന്നില്ല. നീ ഇന്ന് മനസ്സ് തിരിയാൻ തയ്യാറായാൽ മതി. ഇന്ന് കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു വരിക. കുടുംബം രക്ഷപ്പെടുന്ന അനുഭവം ഉണ്ടാവുകയാണ്. നമ്മുടെ കുടുംബം രക്ഷപ്പെടണ്ടേ? നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണ്ടേ? അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രമാണ്. ഞാൻ ഈ മണ്ണിൽ ജീവിക്കുന്നത് വഴി എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന് ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരമുള്ള ഒരു ജീവിതമായി എൻ്റെ ജീവിതം മാറണ്ടേ? ആർക്കും ഉപകാരമില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് ആർക്കും ഉപകാരമില്ലെങ്കിൽ എൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്ന് ആരും കരുതിയേക്കരുത്. എന്നാൽ ഞാനങ്ങ് ആത്മഹത്യ ചെയ്തേക്കാം എന്നാരും കരുതിയേക്കരുത്. ആർക്കും നിന്നെക്കൊണ്ട് ഉപകാരമില്ലെങ്കിൽ കർത്താവിന് നിന്നെക്കൊണ്ട് ഉപകാരമുണ്ട്. മറ്റുള്ളവർക്ക് നിന്നെ ആവശ്യമുണ്ട്. ഭർത്താവ് ഒരിക്കലും വിചാരിച്ചേക്കരുത് ഭാര്യയ്ക്കും മക്കൾക്കും എന്നെ താല്പര്യമില്ല, അവരൊറ്റക്കെട്ട. ഞാൻ അല്പം കുടിക്കുന്നുണ്ടെന്നുള്ള കാര്യം ശരിയാണ്. അതിൻ്റെ പേരിൽ അവരൊറ്റക്കെട്ടായി എന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണെന്ന് കരുതരുത്. ഒറ്റപ്പെടുത്താനുള്ള കാരണം ഇത് മാത്രമാണ്, നമ്മുടെ മദ്യപാനമാണ്. നമ്മുടെ മദ്യപാനമാണ് അവർ നമ്മളെ ഒറ്റപ്പെടുത്താൻ കാരണമായി തീർന്നിരിക്കുന്നതെങ്കിൽ എനിക്കിത് വേണ്ട എന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് പറ്റുകയില്ലേ? എനിക്ക് ഈ മദ്യപാനം വേണ്ട, ഇതിൻ്റെ സുഖം വേണ്ട, ഇതിൻ്റെ സന്തോഷം വേണ്ട, അതുവഴി എൻ്റെ കുടുംബം രക്ഷപ്പെടട്ടെ. കിട്ടുന്ന പൈസയൊക്കെ ഷാപ്പിൽ കൊണ്ടുപോയി കളയുന്നവരുണ്ട്, ചിലർ ഹോട്ടലിൽ കൊണ്ട് കളയുന്ന ആളുകളുണ്ട്, കുടുംബത്തിൻ്റെ കാര്യം അന്വേഷിക്കാത്ത ആളുകളുണ്ട്. കുടുംബത്തെ ഇന്നു മുതൽ നമുക്കൊന്ന് അന്വേഷിക്കാം. മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ ഒരുമിച്ച് ഭാര്യയോടും മക്കളോടും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരന്തരീക്ഷം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അനുഗ്രഹം സമൃദ്ധമായി നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകി വരും. അതുകൊണ്ട് ഇന്നു മുതൽ സന്ധ്യപ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കും, അല്പം നേരത്തെ ഞാൻ വീട്ടിലെത്തും, എന്നിട്ട് ഞാൻ അവരോടുകൂടെ പ്രാർത്ഥിക്കും എന്നൊക്കെ ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. സക്കേവൂസ് ഈശോയെ ഒന്ന് വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ, അല്ലെങ്കിൽ ഈശോ ഒന്ന് വരാൻ തയ്യാറായപ്പോൾ ആ കൂട്ടത്തിലൊന്ന് നടക്കാൻ തയ്യാറായതേ ഉള്ളൂ, വീട്ടിലേക്കൊന്ന് കൊണ്ടുവന്നതേ ഉള്ളൂ. ആ കുടുംബം രക്ഷപ്പെട്ടില്ലേ? കാരാഗ്രഹത്തിൽ കിടന്നിരുന്ന പൗലോസും ശീലാസും കർത്താവിൻ്റെ തിരുവചനം പങ്കുവെച്ചപ്പോൾ പാറാവുകാരന് മാനസാന്തരം ഉണ്ടായില്ലേ? പാറാവുകാരൻ യേശുവിനെ സ്വന്തമാക്കിയില്ലേ? അതുപോലെ പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്വന്തമാക്കുന്നത് വഴി അനുഗ്രഹിക്കപ്പെടുകയാണ്. ജോഷുവ പറയുമായിരുന്നു, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും എന്ന്. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും, ദൈവത്തെ സേവിക്കും. അതുപോലെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കും ഒരു തീരുമാനമെടുക്കാം. ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ മക്കളും ദൈവത്തിന് മഹത്വം നൽകും, ദൈവത്തെ സേവിക്കും. ദൈവത്തെ സേവിക്കുന്നവരായി ഞങ്ങൾ മാറും എന്ന ഒരു തീരുമാനം നാം എടുക്കുന്നത് വഴി നമ്മുടെ കുടുംബത്തിൽ ഏറെ അനുഗ്രഹം കടന്നു വരാനായിട്ട് കാരണമായി തീരുന്നു.
അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഈ പ്രസംഗിക്കുന്നത് വഴി ആർക്കെങ്കിലും ഒരു മനസ്സ് തിരിയാനൊരു ചിന്തയുണ്ടായാൽ, ഏതെങ്കിലും കുടുംബത്തിലേക്ക് അനുഗ്രഹം ഒഴുകിയാൽ എനിക്ക് സന്തോഷമായി. എൻ്റെ ഈ പ്രസംഗം കൊണ്ട് അർത്ഥമുണ്ട് പ്രിയരെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ഒഴുകി വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ആരാണ് ഈ വചനം കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നാലും വചനം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ടി വിയുടെ മുമ്പിലിരുന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഏതവസ്ഥയിലാണെങ്കിലും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന തിരുവചനമോർത്ത് നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. ഈശോയെ, ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് വചനം കേൾക്കുന്നതെങ്കിലും അവരിലേക്ക് നിൻ്റെ കൃപയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഖ്യവൂസിൻ്റെ ഭവനത്തിലേക്ക് കടന്നുചെന്ന് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്ത കർത്താവെ, ഈ തിരുവചനം കേൾക്കുന്ന എല്ലാ വീടിനെയും അവിടുന്ന് കാണണമേ. എല്ലാ ഭവനത്തെയും അവിടുന്ന് ആശീർവദിക്കണമേ. ഈ ടി വി ഓണാക്കി വെച്ചിരിക്കുന്ന ഈ ഭവനത്തെ പ്രത്യേകമായ വിധത്തിൽ അനുഗ്രഹിക്കണമേ. ഈ ടി വിയുടെ മുമ്പിലിരുന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരെയും പേരായി വിളിച്ച് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലേക്ക്, ആഗ്രഹങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.